തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിൽ പാർട്ടി കീഴ്ഘടകങ്ങളെ തള്ളി മുഖ്യമന്ത്രിയും പിണറായി അനുകൂലികളും. സ്വർണ്ണക്കവർച്ചയും ഭരണപരാജയവും തെരഞ്ഞെടുപ്പിൽ ബാധിച്ചില്ലെന്നാണ് CPM നിലപാട്. കീഴ്ഘടകങ്ങൾ വേണ്ട വിധം പ്രവർത്തിക്കാത്തതാണ് പരാജയത്തിന് പിന്നിലെന്നും പിണറായി പക്ഷം പറയുന്നു. ശബരിമല സ്വർണ്ണക്കവർച്ചയും ഭരണവിരുദ്ധ വികാരവും തിരിച്ചടിയായെന്നാണ് CPM ജില്ലാ ഘടകങ്ങൾ റിപ്പോർട്ട് നൽകിയത്. വിവരങ്ങളുമായി പ്രജിത് മോഹൻ ഒപ്പം ചേരുന്നുണ്ട്. പ്രജിത്ത്, അതായത് ഞങ്ങൾ ഇപ്പോഴും തോറ്റിട്ടില്ല എന്ന് പറയാൻ ശ്രമിക്കുകയാണോ പിണറായി? അതായത് തൻ്റെ ഭാഗത്ത് പരാജയങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, ഭരണവിരുദ്ധ വികാരമില്ല, അതൊക്കെ തിരിച്ചടിയായെന്ന ജില്ലാ ഘടകങ്ങളുടേതടക്കം പ്രതികരണങ്ങൾ തെറ്റാണ് എന്ന് പറയാൻ ശ്രമിക്കുകയാണ് പിണറായി വിജയൻ. നോക്കൂ, ഇപ്പോഴും കാൽച്ചോട്ടിലെ മണ്ണൊലിച്ചു പോകുന്നത് തിരിച്ചറിഞ്ഞിട്ടില്ല എന്നാണോ? അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാരണം അടിസ്ഥാനപരമായി എന്താണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം ബാധിച്ചത് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ ശബരിമല സ്വർണ്ണക്കവർച്ച വലിയ ചർച്ചാ വിഷയമാവുകയും പ്രാദേശിക തലങ്ങളിൽ വോട്ടിനായി അല്ലെങ്കിൽ വോട്ട് സ്വാധീനിക്കാനായി വീടുകളിലെത്തുന്ന പാർട്ടി പ്രവർത്തകർക്ക് നേരെ ഈ ചോദ്യങ്ങളുമായി സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, ഭക്തജനങ്ങളൊക്കെ എതിർ നിൽക്കുന്നതും അതിൽ ന്യായീകരണം പറയാൻ പോലും കഴിയാതെ അവരൊക്കെ കുഴങ്ങുന്നതും ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ സജീവ ചർച്ചയായ വിഷയങ്ങളാണ്. അതോടൊപ്പം തന്നെ സർക്കാരിനെതിരായ വലിയ ഭരണവിരുദ്ധ വികാരം നിലനിൽപ്പുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. കഴിഞ്ഞ ഇത്രയും കാലമായി സംസ്ഥാനത്തിനെ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടത്, കൃത്യമായി ക്ഷേമ പെൻഷൻ അടക്കമുള്ള പദ്ധതികളിൽ കൃത്യമായി സമയത്ത് വിതരണം ചെയ്യാത്തത് തുടങ്ങി വികസനക്ഷേമ പ്രവർത്തനങ്ങളിലെ വലിയ രീതിയിലുള്ള പോരായ്മകൾ, അങ്ങനെ നിരവധി വിമർശനങ്ങളുണ്ട്. അപ്പോൾ സർക്കാരിനെതിരെ ഉയർന്ന നിരവധിയായിട്ടുള്ള ആരോപണങ്ങളും എല്ലാം അവിടെ നിലനിൽക്കുന്നു. അപ്പോഴും പക്ഷേ ഇതെല്ലാം തെരഞ്ഞെടുപ്പിനെ ബാധിച്ചു എന്നുള്ളത് വളരെ എവിഡൻ്റായി പൊതുസമൂഹത്തിന് മനസ്സിലായിട്ടും സംസ്ഥാന സർക്കാർ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ CPMൻ്റെ സംസ്ഥാന സെക്രട്ടറിയും മറ്റ് പാർട്ടിയിലെ പിണറായി ഭക്തരുമൊന്നും ഇത് അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഒരു വിചിത്ര കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. പ്രത്യേകിച്ച് ജില്ലാ കമ്മിറ്റികൾ പോലും സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരവും അതോടൊപ്പം തന്നെ ശബരിമല സ്വർണ്ണക്കവർച്ചയും ഈ തെരഞ്ഞെടുപ്പിനെ വലിയ രീതിയിൽ സ്വാധീനിച്ചു എന്നും വോട്ടൊഴുകാൻ, അല്ലെങ്കിൽ വോട്ട് നഷ്ടമാകാൻ, പാർട്ടിക്ക് വോട്ട് നഷ്ടമാകാൻ അത് വലിയ രീതിയിൽ കാരണമായി എന്നുള്ളതും റിപ്പോർട്ട് സഹിതം പാർട്ടിക്ക് നൽകിയതാണ്. പ്രത്യേകിച്ച് ജില്ലാ കമ്മിറ്റികളുടെ യോഗങ്ങളിൽ പോലും സംസ്ഥാന സർക്കാരിൻ്റെയും മുഖ്യമന്ത്രിയുടെയും ഒക്കെ ശൈലിക്കും നയ വ്യത്യാസങ്ങൾക്കും നയത്തിനുമെതിരേക്കുള്ള വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. പലപ്പോഴും ഈ അമിതമായിട്ടുള്ള പ്രീണന നയങ്ങളടക്കം വലിയ രീതിയിൽ തിരിച്ചടിച്ചു എന്നടക്കമുള്ള വിമർശനങ്ങൾ വന്നിരുന്നു. പക്ഷേ ഇതൊന്നും സംസ്ഥാന സർക്കാരിൻ്റെ ഭരണവിരുദ്ധ വികാരം അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരം കൊണ്ടല്ല തങ്ങൾക്ക് തിരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടായതെന്നുള്ള ഒറ്റ നിലപാടിലാണ് മുഖ്യമന്ത്രി. അത് കീഴ്ഘടകങ്ങളുടെ പ്രവർത്തന പരാജയമാണ് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള വീഴ്ച ഉണ്ടായത് എന്നുള്ളതാണ് മുഖ്യമന്ത്രിയെ പിന്തുണയ്ക്കുന്ന CPMലെ CPM സംസ്ഥാന സെക്രട്ടറിയും അടക്കമുള്ള ഒരു വിഭാഗം നേതാക്കളുടെ നിലപാട്. അവർ പറയുന്നത് ബൂത്ത് കമ്മിറ്റികൾ പലയിടത്തും കാര്യക്ഷമമായി പ്രവർത്തിച്ചില്ല, അതോടൊപ്പം തന്നെ ബ്രാഞ്ച് കമ്മിറ്റികൾക്ക് ഓരോ മേഖലയിലും കൃത്യമായി ഈ നിർദ്ദേശങ്ങൾ നൽകാനോ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനോ കഴിയാത്ത സാഹചര്യമുണ്ടായി. കീഴ്ഘടകങ്ങളിലെ ഓരോ മേഖലയിലേക്ക് വരുമ്പോഴും എല്ലായിടത്തും എത്താൻ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾക്ക് കഴിഞ്ഞില്ല, കൃത്യമായി പ്രചരണം ഏകോപനത്തിന് സാധിച്ചിട്ടില്ല. പല പ്രധാന സ്ഥാനാർത്ഥികളും തോൽക്കുന്നതിനും പല പ്രധാനപ്പെട്ട ബൂത്തുകളിലും അല്ലെങ്കിൽ വാർഡുകളിലുമൊക്കെ CPMന് പരാജയം ഉണ്ടാകുന്നതിനുമൊക്കെ കാരണമായത് ഇത്തരത്തിലാണ്. അതിൽ താഴേക്കിടയിലുള്ള നേതാക്കളുടെയും പ്രവർത്തകരുടെയും ഏകോപനമില്ലായ്മയും ഈ പാർട്ടി സംവിധാനങ്ങളുടെ കൃത്യമായ പ്രവർത്തനമില്ലാതെയുമായിട്ട് പരാജയപ്പെട്ടത് എന്നുള്ളതാണ് ഈ മുഖ്യമന്ത്രിയുടെ നിലപാട്, പാർട്ടി സെക്രട്ടറിയുടെ നിലപാട്, അതോടൊപ്പം തന്നെ പാർട്ടിയിലെ പിണറായി ഭക്തരുടെ നിലപാട്. അവർ അതുകൊണ്ട് തന്നെ ഈ കീഴ്ഘടകങ്ങൾ കൂടുതൽ ശാക്തീകരിക്കപ്പെടണം, അവയ്ക്ക് കൂടുതൽ സംവിധാനം ഉണ്ടാകണം, നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഇതെല്ലാം കൂടുതൽ ശക്തമായ നിലയിലേക്ക് പ്രവർത്തനങ്ങൾ മാറണം എന്നുള്ള നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ പറയുന്ന ഒരു കാര്യം, ശബരിമല സ്വർണ്ണക്കവർച്ച ഒരു തരത്തിലും തെരഞ്ഞെടുപ്പിനെ ബാധിച്ചിട്ടില്ല എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു, CPM സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു, അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാർട്ടിയിലെ പിണറായി ഭക്തരുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു. മറ്റൊരു പ്രശ്നമുണ്ടല്ലോ, ഈ കീഴ്ഘടകങ്ങൾ വേണ്ട വിധം പ്രവർത്തിക്കാത്തതാണ് പരാജയത്തിന് കാരണം എന്ന വാക്ക്. അതായത് അതിൽ തന്നെ ഒരു തിരിച്ചടിയുടെ സ്വരമുണ്ടല്ലോ. ഈ സ്വർണ്ണക്കവർച്ചയെ കൃത്യമായി പ്രതിരോധിക്കാൻ പാർട്ടിക്കായില്ല. പുറത്തുവന്ന വാർത്തകൾ സത്യമാണെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു. അതുകൊണ്ട് തന്നെ പാർട്ടിക്ക് എല്ലായിടത്തും എത്തി തല ഉയർത്തി ചോദ്യങ്ങൾ ചോദിക്കാൻ കഴിഞ്ഞില്ല, മറുപടി നൽകാനും കഴിഞ്ഞില്ല. അങ്ങനെയെങ്കിൽ ഈ കീഴ്ഘടകങ്ങൾ പണിയെടുത്തില്ല എന്നാണ് ആരോപണമെങ്കിൽ അതൊരു തരത്തിൽ കുറ്റസമ്മതമല്ലേ പരാജയത്തിന് ഈ പിണറായി നൽകുന്നത്? താൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് വലിയ പാർട്ടി സംവിധാനമൊക്കെ ഉണ്ട് എന്ന് പ്രചരിപ്പിക്കപ്പെടുന്ന സമയത്ത് പാർട്ടി ശക്തമെങ്കിൽ എന്തുകൊണ്ട് പ്രവർത്തിക്കാനായില്ല? CPMനെ പോലൊരു സംഘടനയ്ക്ക് അവർ അവകാശപ്പെടുന്ന സംഘടനാ സംവിധാനമുണ്ടെങ്കിൽ എന്തുകൊണ്ട് അത് കാര്യക്ഷമമായി പ്രവർത്തിച്ചില്ല എന്നൊരു ചോദ്യം
മുഖ്യമന്ത്രിക്ക് നേരെ തന്നെ ഉയരുന്നുണ്ടല്ലോ. സ്വാഭാവികമാണ് കൃഷ്ണജി. സ്വർണ്ണക്കവർച്ചയിലേക്ക് വരുമ്പോൾ ഈ സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട് തുടർച്ചയായി CPM നേതാക്കൾ അറസ്റ്റിലായത് മുഖ്യമന്ത്രിക്കും മുൻ ദേവസ്വം മന്ത്രിക്കും അടക്കമുള്ളവർക്ക് സ്വർണ്ണക്കവർച്ച കേസിലെ മുഖ്യപ്രതികളുമായി അടുത്ത ബന്ധമുള്ളത്. അതോടൊപ്പം തന്നെ ഈ പറയുന്ന രീതിയിൽ ഒന്ന് പത്മകുമാറിനെതിരെ പോലും അറസ്റ്റിലായതിനു ശേഷം പോലും പത്മകുമാറിനെതിരെ പാർട്ടി നടപടി സ്വീകരിക്കാത്തത്, സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട ന്യായീകരണ ക്യാപ്സൂളുകൾ പരാജയപ്പെട്ടത്, ഇങ്ങനെ നിരവധി കാരണങ്ങൾ പ്രാദേശിക തലങ്ങളിൽ നിന്ന് ഉയർത്തിവിടുന്നുണ്ട്. കാരണം അവർ പറയുന്നത് തങ്ങൾക്ക് ഈ പറയുന്ന രീതിയിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വോട്ട് ചോദിച്ച് വീടുകളിലെത്തുമ്പോൾ അവിടെ നിന്ന് ലഭിക്കുന്ന ചോദ്യങ്ങളെ നേരിടാൻ കഴിയുന്നില്ല എന്നുള്ളൊരു വിഷയം അവർ പാർട്ടിയുടെ മുന്നിൽ വെക്കുകയാണ്. അപ്പോൾ സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട് പാർട്ടി സ്വീകരിച്ച നിലപാടുകൾ പോലും തെറ്റായിരുന്നു എന്നുള്ളതാണ് അവർ പറയുന്നത്. പ്രത്യേകിച്ച് പത്മകുമാറിനെതിരെ നടപടി സ്വീകരിക്കാത്തതടക്കം വലിയ രീതിയിൽ ചർച്ചാ വിഷയമായി പ്രാദേശിക തലങ്ങളിൽ എന്നുള്ളത് അവർ സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷേ അതിനുള്ള മറുപടി എന്ന നിലയിലാണ് മുഖ്യമന്ത്രി അടക്കമുള്ളവർ പറയുന്നത് കീഴ്ഘടകങ്ങൾ വേണ്ട രീതിയിൽ പ്രവർത്തിച്ചില്ല. ഒരുപക്ഷെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ വിലയിരുത്താൻ കഴിയും. അതായത് ഈ മുഖ്യമന്ത്രിക്കും പാർട്ടിക്കുമെതിരെയൊക്കെ ഈ സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളെ പ്രതിരോധിക്കാൻ കീഴ്ഘടകങ്ങൾ വേണ്ട രീതിയിൽ പ്രവർത്തിച്ചില്ല എന്നാണോ മുഖ്യമന്ത്രി ഉദ്ദേശിക്കുന്നത് എന്നുള്ളൊരു സംശയം അവിടെയുണ്ട്. കാരണം വീടുകളിലെത്തി തങ്ങൾക്ക് പ്രതിരോധമൊരുക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്തം കീഴ്ഘടകങ്ങൾക്കായിരുന്നു എന്നുള്ളത് കൂടി ആയിരിക്കാം മുഖ്യമന്ത്രി പറഞ്ഞു വയ്ക്കുന്നത്. ഒരുപക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിലും സമാനമായ രീതിയിലുള്ളൊരു തിരിച്ചടി മുഖ്യമന്ത്രി ഭയക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും കീഴ്ഘടകങ്ങൾ ഈ വിഷയങ്ങൾ കൂടുതൽ പ്രതിരോധിക്കാൻ ഇറങ്ങണമെന്നും ജനങ്ങൾക്കിടയിലേക്ക് എത്തി പാർട്ടിയുടെ വശം വിശദീകരിക്കണം എന്നുള്ളതുമാണ് മുഖ്യമന്ത്രി ആവശ്യപ്പെടുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് പറഞ്ഞു വെക്കാം. പക്ഷേ അപ്പോഴും CPMന്റെ കീഴ്ഘടകങ്ങൾ നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധിയുണ്ട്. കാരണം വിശ്വാസികളായ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അവിടെ എത്തി വോട്ട് ചോദിക്കുമ്പോൾ CPMന് വോട്ട് ചെയ്യണമെന്ന് പറയുമ്പോൾ സ്വർണം കെട്ടവർക്ക് ഞങ്ങൾ എന്തിനാണ് വോട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ജനങ്ങൾ തിരിച്ചു ചോദിക്കുന്നത്. ആ ചോദ്യം നേരിടാൻ CPMന്റെ അണികൾക്കോ പ്രാദേശിക തലത്തിലുള്ള ബൂത്ത് തലത്തിലടക്കമുള്ള കമ്മിറ്റികൾക്കോ സംവിധാനങ്ങൾക്കോ കഴിയുന്നില്ല. അതുതന്നെയാണ് CPMന് വലിയ പരാജയം സംബന്ധിച്ചത്, അല്ലെങ്കിൽ പരാജയം സംഭവിക്കാൻ കാരണമായത് എന്നുള്ളതും CPMന്റെ കീഴ്ഘടകങ്ങൾ പ്രത്യേകിച്ച് ജില്ലാ കമ്മിറ്റികൾ കഴിഞ്ഞ തവണ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് സമർപ്പിച്ച തെരഞ്ഞെടുപ്പിന് ശേഷം സമർപ്പിച്ച റിപ്പോർട്ടുകളിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കൃഷ്ണരാജ്, ഏതായാലും ഭരണവിരുദ്ധ വികാരമില്ല, സ്വർണ്ണക്കവർച്ച ജനങ്ങൾക്കിടയിൽ ചർച്ചയായിട്ടില്ല. വലിയ ആത്മവിശ്വാസത്തിലാണ് ഇപ്പോഴും പിണറായി വിജയൻ. തോറ്റുവെന്ന് സമ്മതിച്ചാൽ മതിയായിരുന്നു.